മോദി നല്ല രീതിയിൽ ഈ യുദ്ധം പരിപാടികളൊക്കെ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, സ്ട്രൈക്ക് ബാക്ക് ചെയ്തതാണ്. അപ്പോൾ യുദ്ധം എന്ന് വിളിക്കാനൊന്നും പറ്റുന്നില്ല. യുദ്ധത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടി ബാക്കി ഉണ്ടാകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയൊക്കെ കിടക്കും. അപ്പോൾ പക്ഷേ ഇയാൾ ഈ പരിപാടി അവതരിപ്പിച്ചതിന് നല്ല രസമായിട്ട്, ആ പ്രോഗ്രാം നല്ല രസമായിട്ട് തീർന്നിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. അപ്പോൾ നമുക്ക് ഈ മോദിയോട് ഒരു ചെറിയ താല്പര്യമൊക്കെ തോന്നും. ഇയാൾ ഈ ചെയ്ത പരിപാടിയൊക്കെ വെച്ചിട്ട് കൊള്ളാം എന്ന് തോന്നുന്നു. വേറെ അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ട്. ഇത് BJP ഫണ്ട് ചെയ്ത് നടത്തിയ പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പല സാധനങ്ങളോട് പറയുന്നുണ്ട്. നമ്മളൊന്നും എടുക്കുന്നില്ല. ഇങ്ങനത്തെ പല കോൺട്രവേഴ്സീസും ഇങ്ങനത്തെ സാഹചര്യങ്ങളും വരും. അപ്പോൾ കറന്റ് സിനാരിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മോദി നല്ലപോലെ ഈ പരിപാടി ഡീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു, ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തീർന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയാളോട് ഒരു താല്പര്യമൊക്കെ തോന്നി, ഇയാൾ കൊള്ളാലോ എന്നൊക്കെ തോന്നുമ്പോഴേക്കും അപ്പോൾ ഇവിടെ ഒരു ഇറങ്ങും. തൃശ്ശൂർ മതയാന 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 സുരേഷ് ഇറങ്ങി. സുരേഷിന്റെ പരിപാടിയാണ്. പിന്നെ സുരേഷാണ് പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. പ്രകടനം വന്ന് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് കൊടിയും പിടിച്ചിറങ്ങിയൊക്കെ കുറേ ആൾക്കാർ. എന്തിനാ? യുദ്ധം ജയിച്ചു. ഇയാൾ മറ്റേ എവിടുന്ന് വരുന്നോ അവിടുത്തെ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ കക്കോസിൽ നിന്ന് വരുമ്പോൾ ടൂറിയനെ കുറിച്ച് ചോദിക്കുക, ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ തിന്നതിനെ കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്ന ആളാണല്ലോ. ഇയാളുടെ വരവും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇപ്പൊ ഏതാണ്ട് മറ്റേ കാശ്മീരിൽ പോയി യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വന്ന പോലെ അതൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ സൈസ് സാധനം കൊണ്ട് ഇവിടെ ഇറങ്ങരുത് സുരേഷേ. ആ മനുഷ്യനോട്, ഈ പറയുന്ന മോദിയോട് ഒരു ചെറിയ താല്പര്യമൊക്കെ ആൾക്കാർക്ക് തോന്നി വരികയാണ്. അപ്പം ഇറങ്ങും സുരേഷ് ഗോപി. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാം, സുരേഷ് ഗോപിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങണമെങ്കിൽ കേരളത്തിലൊരു യുദ്ധം നടക്കുമ്പോൾ സുരേഷ് ഗോപി ആ യുദ്ധം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ടീം ജയിച്ചതെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ മോദിയെ മോശക്കാരനാക്കാനും ഈ ആൾക്കാർക്കുള്ള താല്പര്യം ഇല്ലാതാക്കാനുമായിട്ട് ഇമാതിരി പരിപാടിയായിട്ട് ഇങ്ങനെ ഇറങ്ങരുത് സുരേഷേ. നിർത്തിപ്പോ സുരേഷേ. കുംഭമേള ജാവ് ജാവ് ജാവ്.